ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു പ്ലാനും ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനിത് വീഡിയോ എടുക്കണമെന്നോ യൂട്യൂബിലിടണമെന്നൊന്നും പ്ലാൻ ചെയ്തതല്ല. എനിക്കൊരു ക്രേവിങ്സ് തോന്നിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ഈ ക്യാരറ്റ് ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റെഡ് ക്യാരറ്റാണ്. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യാതെ എടുത്തത് കൊണ്ടാണ് ഞാനത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒന്നും വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. നമ്മുടെ റെഡ് ക്യാരറ്റ്, നീളത്തിലുള്ള റെഡ് ക്യാരറ്റ് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. ഞാനൊന്നും അളവൊന്നും കൃത്യമായിട്ട് പറയാത്തത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാൻ ചെയ്യാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കാരണം ഇത് എനിക്ക് ഒരുപാട് നെയ്യ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ നെയ്യ് ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. കാരണം മഞ്ഞപ്പിത്തം വന്ന് മാറിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഓയിലി ഫുഡ്സൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യ് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ഈ ക്യാരറ്റ് നെയ്യിൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി അതൊന്ന് ചുരുങ്ങി കുറച്ചൊന്ന് മൂത്ത പോലെ വരും. അതായത് നമ്മൾ ഈ നന്നായിട്ട് വാടി ഒരു പരുവം വരും, വേറൊരു കളർ ചേഞ്ച് വന്ന് നല്ല ഒരു വാടി കിട്ടുന്നൊരു പരുവാവേ. അപ്പോൾ ആ ഒരു പരുവം വരുമ്പോൾ നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വാടി വരും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊരു ഇതിൽ വരും. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഞാൻ പാലൊഴിക്കുന്ന വീഡിയോ എടുത്തിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ സൗണ്ട് കൊടുക്കാൻ നേരത്താണ് ഞാൻ പാലിൻ്റെ വീഡിയോ അതിലില്ലാന്ന് കണ്ടത്. അതുകൊണ്ട് ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം. ഒരു ഗ്ലാസ് പാൽ, അത് ആവശ്യത്തിന് ആ ക്യാരറ്റ് ഒന്ന് വേകാനുള്ള രീതിയിലുള്ള പാൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത് എന്നിട്ട് നന്നായിട്ട് ആ പാല് വറ്റി ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ആ പഞ്ചസാര എല്ലാം കൂടെ മെൽറ്റായിട്ട് വീണ്ടും കുറച്ചുകൂടെ ലൂസായിട്ട് വരും. അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കുറച്ച് കട്ടിയാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ ആ പഞ്ചസാര കുറേ അലുത്ത് വന്നു കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ വരും. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്ക പൊടിയായിട്ട് വാങ്ങി വെച്ചിരുന്നതുകൊണ്ട് ഞാൻ ആ പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മൾ ഈ ഒരു നല്ലൊരു ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ, നമ്മൾ പായസത്തിലൊക്കെ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ലൂസെല്ലാം മാറി അത് ആ ഒരു വിട്ട് വരുന്ന ഒരു പരുവം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ചും കൂടെ ഒഴിച്ചു, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ പക്ഷേ ഓവർ മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പഞ്ചസാരയൊക്കെ കുറച്ചാണ് ചേർത്തിരുന്നത്. ഇതിപ്പോൾ ഈ ഒരു പരുവം വരുമല്ലോ, ഈ ഒരു പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ആ ഒരു പരുവം വിട്ട് വരുന്ന ഒരു പരുവം മാത്രം, അത്രയും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കശുവണ്ടി, ഞാൻ വേറൊരു പാത്രത്തിലാണ് ചെയ്തത്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കശുവണ്ടി, മുന്തിരി, പിന്നെ എൻ്റെ ഒരു ഇതിൽ കുറച്ച് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ കുറച്ച് ബദാം ഫ്ലേക്കാണ് ഇട്ടത്. അത് കരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഞാനത് വിചാരിച്ചില്ല അങ്ങനെ കരിയുമെന്ന്. ഞാനിപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് നമ്മളിപ്പോൾ കശുവണ്ടി, കിസ്മിസ്, കുറച്ച് പിസ്ത അരിഞ്ഞത്, ഈ ബദാമിൻ്റെ ഫ്ലേക്സും കൂടെ ഇട്ടു. പക്ഷേ ബദാം ഫ്ലേക്സ് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടോ. ഞാൻ ഓർത്തില്ല അതങ്ങനെ കരിയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ബാക്കി നമ്മുടെ കിസ്മസൊക്കെ വീർത്ത് ഇങ്ങനെ വരുന്നതിന് മുന്നേ ബദാം ഫ്ലേക്സ് കരിഞ്ഞു പോയി. അത് കാരണം ഞാനത് ഓഫ് ചെയ്തിട്ട് നേരെ അതിലേക്ക് ഇട്ടു. ഇല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ കരിഞ്ഞ് ചുവ വരും. അത് കാരണം കൂടുതൽ കരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് നിർത്തി. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം അതെടുത്ത് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിലേക്ക് കൊട്ടി. എനിക്കല്ലേ നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കുന്ന ഗൈസ്. ഇതുപോലുള്ള അനുഭവം ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്കും ഉണ്ടാവാതെ നിങ്ങൾ നോക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിട്ട് ഇളക്കി. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കഴിച്ചപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്യാരറ്റ് ഹൽവയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ക്യാരറ്റ് ഹൽവയായിരുന്നു.
അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പോകുവാണേ. ബൈ. സൂപ്പർ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റ്.